ഹിദായത്ത് ലഭിക്കണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ തീരുമാനിക്കണം. അവൻ തീരുമാനിച്ചുറപ്പിച്ച ആളുകൾക്ക് മാത്രമേ ഹിദായത്ത് ലഭിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ റസൂല് നോക്കിയിട്ട് നടക്കാത്ത കാര്യം നമ്മൾ നോക്കിയിട്ട് നടക്കും. പ്രവാചകന് പോലും പ്രവാചകൻ സ്നേഹിച്ച മൂത്താപ്പയ്ക്ക് ഹിദായത്ത് വാങ്ങിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ല ഈ ചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത്. ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ടവര്. സഹാബികൾ ചോദിക്കുന്നുണ്ട് അള്ളാന്റെ റസൂലിനോട്, അല്ല പ്രവാചകരെ, നിങ്ങളെ 48 വർഷത്തോളം സംരക്ഷിച്ച ആ മൂത്താപ്പയ്ക്ക് വേണ്ടി അങ്ങേക്കൊന്നു ചെയ്യാൻ കഴിയില്ലേ? താങ്കൾക്ക് ഇത്രത്തോളം ശത്രുക്കളിൽ നിന്ന് അതെ ആദർശത്തിൽ ഘടകവിരുദ്ധനായെങ്കിലും പക്ഷേ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളിൽ നിന്ന് അബൂ താലിബ് സംരക്ഷിച്ചു പോന്നു. അല്ല റസൂലെ, ആ അബൂ താലിബിന് എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കാൻ അങ്ങേക്ക് കഴിയില്ല. പ്രവാചകന്റെ മറുപടി, അതെ, നാളെ നരകത്തിന് ഏറ്റവും ചെറിയ ശിക്ഷ നൽകപ്പെടുന്നത് അബൂ താലിബിനായിരിക്കും, എന്റെ മൂത്താപ്പയ്ക്കായിരിക്കും. അഥവാ എന്താണ് ആ ശിക്ഷ? തീ കൊണ്ടുള്ള ചെരുപ്പുകൾ ധരിപ്പിക്കപ്പെടുമ്പോ തലച്ചോറുള്ളത് തിളച്ചു മറിയും. അബൂ താലിബിനാണ് നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ആ ശിക്ഷ എന്ന് പറയുന്നത് തീ കൊണ്ടുള്ള ചെരുപ്പത അവനെ ധരിപ്പിക്കുന്നു. ആ ചെരുപ്പ് ധരിക്കുമ്പോ അവന്റെ തലയ്ക്കുള്ളിലുള്ളത് തലച്ചോറ് അതാ തിളച്ചു മറിയുന്ന ആ ശിക്ഷയാണ് അബൂ താലിബ് ലഭിക്കാൻ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷയുടെ അവസ്ഥ. ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ടവർ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സൗന്ദര്യമല്ല ഹിദായത്തിന്റെ മാനദണ്ഡം, സമ്പത്തല്ല, തറവാടല്ല. ഇനി ആരെങ്കിലും നിലകൊള്ളുന്ന സ്ഥാനമാനങ്ങളാണോ, അവര് നിലകൊള്ളുന്ന പൊസിഷനാണോ? അതുമല്ല. അങ്ങനെയായിരുന്നുവെങ്കിൽ മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അബുൽ അംബിയാ, അംബിയാക്കളുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട ഖലീലുല്ലാഹ്, എന്റെ ഉറ്റമിത്രം എന്ന് അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പേരെടുത്തു പറഞ്ഞ ആ മില്ലത്ത് സ്വീകരിക്കണമെന്ന് നമ്മോട് കൽപ്പിക്കപ്പെട്ട മഹാനായ പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പിതാവായ ആസറിന് ഹിദായത്ത് കൊടുക്കണമായിരുന്നു, നടന്നിട്ടില്ല. അതെ, ചെറുപ്പം മുതൽ തന്നെ തൗഹീദിന്റെ പ്രബോധനം ആരംഭിക്കുകയാണ്. സ്വന്തം കുടുംബത്തിൽ നിന്ന്, വീട്ടിൽ നിന്ന്, പിതാവിന്റെ മുമ്പിൽ നിന്ന് കേൾക്കുകയോ കാണുകയോ ചെയ്യാത്ത, ഉപകാരമോ ഉപദ്രവം ചെയ്യുവാൻ സാധിക്കാത്ത ഈ വിഗ്രഹങ്ങൾ എന്തിനാണ് ആരാധിക്കുന്നത്? അള്ളാഹുവിന്റെ പക്കൽ നിന്ന് കൃത്യമായ ഹിദായത്തിന്റെ മാർഗം എനിക്ക് വന്നു കിട്ടിയിട്ടുണ്ട് പിതാവേ, അതുകൊണ്ട് എന്റെ മാർഗം സ്വീകരിക്കണമെന്ന് പറയുമ്പോ, അല്ല, നീ ഈ പ്രബോധനം അവസാനിപ്പിച്ചിട്ടില്ല എങ്കിൽ നിന്നെ എറിഞ്ഞാട്ടിക്കളയും എന്ന് പറഞ്ഞ് സ്വന്തം പിതാവ് അതാ തൗഹീദ് പ്രഖ്യാപിച്ചതിന്റെ പേരിൽ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നു, ആട്ടി പുറത്താക്കപ്പെടുന്നു ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സഹോദരങ്ങളെ, ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമും അതുപോലെ പിതാവായ വിഗ്രഹാരാധകനായ ആസറും അതാ പരലോകത്തിൽ പരസ്പരം കണ്ടുമുട്ടുന്ന രംഗം നമ്മുടെ നേതാവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നത് ഹദീസിന്റെ ഏടുകളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. അങ്ങനെ പരലോകത്തെ വിചാരണ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയും പിതാവായ ആസറും അതാ പരസ്പരം ഇങ്ങനെ അഭിമുഖം നിൽക്കുകയാണ്. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറയും, അല്ല പിതാവേ, അങ്ങയോട് ഞാൻ പറഞ്ഞിരുന്നില്ലേ എന്നെ അനുസരിക്കണമെന്ന്, എന്നെ അനുസരിക്കണമെന്ന് അങ്ങയോട് ഞാൻ കൽപ്പിച്ചിരുന്നില്ലേ? ആ സമയത്ത് പിതാവായ ആസർ മകനായ ഇബ്രാഹിം നബിയുടെ മുഖത്ത് നോക്കി പറയുന്നു, അല്ല ഇബ്രാഹിം, ഒരിക്കലും ഞാൻ നിന്നോട് അനുസരണക്കേട് പ്രവർത്തിക്കുകയില്ല. ഈ സമയത്ത് നീ എന്തു പറഞ്ഞാലും അതപ്പടി അനുസരിക്കാനും കേൾക്കാനും ഈ പിതാവായ ഞാൻ സന്നദ്ധനാണ്. ഒരിക്കലും നിന്നോട് ഞാൻ അനുസരണക്കേട് കാണിക്കുകയില്ല. ആ സമയത്ത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവെ വിളിക്കും, പടച്ചവനെ, എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്റെ പിതാവാണല്ലോ, എന്നെ അപഹസിക്കുകയില്ല എന്ന നിന്റെ വാഗ്ദാനം സത്യമാണല്ലോ. എന്റെ സ്വന്തം പിതാവ് എന്റെ കൺമുമ്പിൽ വെച്ച് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നതിനേക്കാൾ എനിക്ക് അവകാശമായി എന്താണുള്ളത്? അള്ളാഹുവിനോടുള്ള ഇബ്രാഹിമിനോട് ചോദ്യമാ,
എന്റെ മുമ്പിൽ വെച്ച് എന്റെ പിതാവിനെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുക, അതിനേക്കാൾ വലിയ അപമാനം എന്താണ് എനിക്കുള്ളത്? എന്നെ അപമാനിക്കുകയില്ല എന്ന നിന്റെ വാഗ്ദത്ത സത്യമാണല്ലോ. ആ സമയത്ത് അല്ലാഹുവിന്റെ മറുപടി, ഓ ഇബ്രാഹിമേ, നിന്റെ കാലിനടിയിലേക്ക് നോക്കൂ, നിന്റെ രണ്ട് കാലിന്റെ ഇടയിലേക്ക് നോക്കൂ ഇബ്രാഹിം. അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം കാലിനടിയിലേക്ക് നോക്കുമ്പോ ഒരു കഴുതപ്പുലി നിൽക്കുന്നു. ചാണകത്തിൽ കുളിച്ച ചാണകത്തിൽ പുരണ്ട ഒരു കഴുതപ്പുലി ഇതാ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ കാൽ കീഴിൽ നിൽക്കുകയാണ്. ആ കഴുതപ്പുലിയുടെ കാലുകൾക്ക് പിടിച്ചുകൊണ്ടതാ നരകത്തിലേക്ക് വലിച്ചെറിയുന്നു. ആരാണ് ആ കഴുതപ്പുലി? ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിയുടെ സ്വന്തം പിതാവായ ആസർ ഇബ്രാഹിം നബിയുടെ മുമ്പിൽ വെച്ചുകൊണ്ടതാ നരകത്തിലേക്ക് അല്ലാഹു വലിച്ചെറിയുന്നു. സഹോദരങ്ങളെ, ആലോചിച്ചു നോക്കൂ. അപ്പോ അള്ളാഹുവിന്റെ ഉറ്റമിത്രം ഖലീലുള്ള എന്ന സ്ഥാനപ്പേരിന് അർഹനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാമയ്ക്ക് സ്വന്തം പിതാവിനെ അവിടെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. പ്രവാചകന്മാർക്ക് അവരുടെ കുടുംബങ്ങളിലുള്ളവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്നില്ല. ചരിത്രത്തിലേക്ക് കടന്നുപോയ അവ്വലുർ റുസുൽ, ഒന്നാമത്തെ പ്രവാചകൻ എന്ന് ഖുർആൻ വിശേഷിപ്പിച്ച മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം, അതുപോലെ മറ്റൊരു പ്രവാചകൻ ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ രണ്ട് പ്രവാചകന്മാര് സ്വർഗത്തിലേക്ക് ആനയിക്കപ്പെടുമ്പോ ആ പ്രവാചകന്മാരുടെ കൂടെ ജീവിച്ച രണ്ട് ഭാര്യമാർ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നു. അല്ലാഹു മസലൽ ലദീന കഫറു ഇംറഅത നൂഹ് ഇംറഅത ലൂത്ത് കാനതാ തഖ്താബിദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ ഫഖാനതാഹുമാ വലം യുഗ്നിയാ അൻഹുമാ മിനല്ലാഹി ശൈഅ വഖീല ദഖുലൻ നാറ മഅദ് ദാഖിലീൻ. വിശുദ്ധ സൂറത്ത് തക്വീറിന്റെ അവസാനത്തിൽ നമുക്ക് കാണാം, അല്ലാഹു മസലൽ ലില്ലദീന കഫറു ഇംറഅത നൂഹ് വഇംറഅത ലൂത്ത് കാനതാ തഖ്താബിദൈനി മിൻ ഇബാദിനാ സ്വാലിഹൈൻ. ആ രണ്ട് പ്രവാചകന്മാരും നമ്മുടെ അനുസരണയുള്ള രണ്ട് ദാസന്മാരായിരുന്നു. ആ പ്രവാചകന്മാരെ അവരുടെ ഭാര്യമാർ വഞ്ചിച്ചു. അവരോട് പറയപ്പെടും കത്തിയാടുന്ന നരകാഗ്നിയിലേക്ക് പ്രവേശിച്ചു കൊള്ളുക എന്ന് പറയപ്പെടും. അപ്പൊ നൂഹ് നബി അലൈഹിസ്സലാം അതുപോലെ ലൂത്ത് നബി അലൈഹിസ്സലാം സ്വന്തം ഭാര്യമാരെ ഹിദായത്തിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അവരെ രക്ഷപ്പെടുത്താൻ അവർക്ക് കഴിയുന്നില്ല. മഹാനായ നൂഹ് നബി അലൈഹി ഇസ്ലാമിന്റെ കുരുത്തം കെട്ട ഒരു മോന്റെ ചരിത്രം വിശുദ്ധ ഖുർആൻ 11-ാമത്തെ സൂറത്തുൽ ഹൂദിൽ വിശദീകരിക്കുന്നു, നമുക്ക് കാണാം. വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. ആ വെള്ളപ്പൊക്കത്തിന്റെ സന്ദർഭത്തില് ആ മോനോട് പറയുന്നുണ്ട്, യാ ബുനയ്യ ഇർകബ് മഅനാ. ഒരു മോനോടുള്ള സ്നേഹത്തിന്റെ അങ്ങേയറ്റം തുളുമ്പിക്കൊണ്ട് മനസ്സിന്റെ ഉള്ളിൽ നിന്നുള്ള ഒരു വിളി, യാ ബുനയ്യ, എന്റെ കുഞ്ഞുമകനെ, ഇർകബ് മഅനാ, നിനക്ക് രക്ഷ വേണമെങ്കിൽ ഈ കപ്പലിൽ കയറിക്കോ എന്ന് പറയുന്ന നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. ആ മകന്റെ ധിക്കാരപരമായ മറുപടി, ഇല്ല പിതാവേ, ഞാൻ കയറൂല, ഞാനോ ആ പർവ്വതത്തിന്റെ മുകളിൽ പോയി അഭയം പ്രാപിച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് പറയുമ്പോ അതാ നാനാഭാഗത്തു നിന്നും മുറിവ് പൊട്ടിയൊഴുകി. ആ വെള്ളപ്പൊക്കത്തിൽ അതാ സ്വന്തം മകൻ തന്റെ കൺമുമ്പിൽ വെച്ച് മുങ്ങിച്ചാകുന്ന സന്ദർഭത്തില് നൂഹ് നബി അലൈഹി സ്വലാം വിളിച്ചു, പടച്ചവനെ, റബ്ബേ, അത് എന്റെ മകനാണല്ലോ, എന്റെ സ്വന്തം മകനാണല്ലോ, എന്നെ അപമാനിക്കില്ല, നിന്റെ വാഗ്ദത്ത സത്യമാണല്ലോ റബ്ബേ. അല്ലാഹുവിന്റെ മറുപടി എന്താ? നൂഹേ, നിനക്ക് ആവശ്യമില്ലാത്ത ഒരു കാര്യം നീ എന്നോട് സംസാരിച്ചു പോകരുത്. ലൈസ മിൻ അഹ്ലിക, ഒരിക്കലും അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. ആദർശ കുടുംബത്തിനാണ് വില, ആദർശത്തിനാണ് വില. നൂഹ് നബിയുടെ നല്ല മറുപടിയാ, നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല അവൻ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത കാര്യം, അറിവില്ലാത്ത കാര്യം എന്നോട് നീ സംസാരിക്കരുത് എന്ന്. സഹോദരങ്ങളെ, അപ്പോ ഒരാളുടെ സൗന്ദര്യം നോക്കി, സമ്പത്ത് നോക്കി, തറവാട് നോക്കി, ആരെങ്കിലും നിലകൊള്ളുന്ന പൊസിഷൻ നോക്കി ഒന്നും ഹിദായത്ത് ലഭിക്കില്ല. ഒരാൾക്കും ഒരാളെ നാളെ പരലോകത്ത് രക്ഷപ്പെടുത്താൻ കഴിയില്ല. അവനവന്റെ വിശ്വാസം, കർമ്മങ്ങൾ കൊണ്ട് മാത്രമാണ് നാളെ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കൂ എന്ന് നമ്മൾ മനസ്സിലാക്കുക. അല്ലാഹു അനുഗ്രഹിക്കുമാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽ മുത്തഖീൻ വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ
വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടെന്ന പോലെ നിങ്ങളെയും ഉണർത്തുകയാണ്, ഉപദേശിക്കുകയാണ്. സർവശക്തനായ റബ്ബ് നമ്മെ അനുഗ്രഹിക്കുമാറാണ്. സഹോദരങ്ങളെ, അള്ളാഹുവിന്റെ ഹിദായത്താകുന്ന ആ വലിയൊരു അനുഗ്രഹം നൽകപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അത് നമ്മുടെ മരണം വരെ അള്ളാഹു നമ്മെ നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നൽകിയ ഈ ഹിദായത്ത് അത് എപ്പോഴും നഷ്ടപ്പെടാനുള്ള സാധ്യതയുമുണ്ട്. ആ ഹിദായത്ത് നിലനിർത്തി തരേണ്ടവനും അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ. അതിന് നമ്മിൽ നിന്നുള്ള പ്രാർത്ഥനയും ഉണ്ടാകും. നമുക്കത് എത്രയോ ആളുകൾ, നമ്മുടെ കൂടെ ജീവിച്ച ആളുകൾ പോലും പലരും മുസ്ലിമായി ജനിച്ച് അവിശ്വാസിയായി കാഫിറായി മരണപ്പെടുന്ന രംഗങ്ങൾ നമ്മൾ കാണുന്നു, അറിയുന്നു, കേൾക്കുന്നു, വായിക്കുന്നു. എത്രയോ ആളുകൾ ഈ ഒരു സലഫി പാതയിൽ പോലും സഞ്ചരിച്ച് അതിന്റെ ഏറ്റവും ടോപ്പ് ലീഡറായി നിലകൊണ്ട് അതിനുവേണ്ടി പ്രവർത്തിച്ച വ്യക്തികൾ പോലും ഇന്ന് ഇസ്ലാം വിട്ട് നിരീശ്വരവാദത്തിലാണ് എന്നുള്ളത് നമ്മൾ അറിയണം. അപ്പോ ഹിദായത്ത് റബ്ബിന്റെ അനുഗ്രഹമാണ് എങ്കിൽ അത് നമ്മിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സർവ്വ സാഹചര്യങ്ങളും ഈ ദുനിയാവിലുണ്ട്. ഒരു ഭാഗത്ത് പിശാചുക്കളും മറുഭാഗത്ത് മനുഷ്യ പിശാചുക്കളും നമ്മളെ ഈ ഹിദായത്തിനെ തെറ്റിക്കാനുള്ള സകല കുതന്ത്രങ്ങളും ആലോചനകളും നടത്തിക്കൊണ്ടിരിക്കുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിനോട് നമ്മൾ എപ്പോഴും ഹിദായത്ത് നിലനിർത്തി തരാൻ പ്രാർത്ഥിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ എല്ലാ പ്രാർത്ഥനകളും ഉൾക്കൊള്ളിച്ചിരുന്ന, നമുക്കൊക്കെ മനഃപ്പാഠമുള്ള സുപരിചിതമായ പ്രവാചകൻ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥാ, സബ്ബിത് ഖൽബി അലാ ദീനിക്, എന്റെ ഹൃദയത്തെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. അല്ലാഹുമ്മ യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖുലൂബനാ അലാ ദീനിക്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ നിന്റെ ദീനിൽ നീ ഉറപ്പിച്ചു നിർത്തണമേ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചതാ, പ്രവാചകൻ നിരന്തരമായി പ്രാർത്ഥിച്ച പ്രാർത്ഥനയാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെയും ദുആകളിൽ പ്രാർത്ഥനകളിൽ ഉണ്ടാകണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപുറത്ത് മാപ്പാക്കി തരികയും നാളെ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടുവാൻ മഹാഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ഈ ലോകത്തിന് വിട പറയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് ഷഹാദ ഉച്ചരിച്ചുകൊണ്ട് വിട പറയാൻ ഭാഗ്യം ലഭിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ വന്നുപോയ ചെറുതും വലുതുമായ അറിഞ്ഞും അറിയാതെ ചെയ്തു പോയ എല്ലാ പാപങ്ങളും അർഹമർ റഹീമായ റബ്ബ് നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന ആളുകളുടെ രോഗങ്ങളെ അള്ളാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ നമ്മൾ അറിയുന്നു, നമ്മുടെ കുടുംബത്തിലുള്ള മാതാപിതാക്കൾ, അതുപോലെ നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ ആദർശ ബന്ധുക്കൾ പലരും വീടുകളിലും ആശുപത്രികളിലുമായി കഴിഞ്ഞുകൂടുന്നുണ്ട്. അതുപോലെ പ്രത്യേകം വസിയ്യത്ത് ചെയ്ത ആളുകളുമുണ്ട്. അവരുടെ എല്ലാ രോഗങ്ങളും ശാഫിയായ റബ്ബ് പരിപൂർണമായി ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മിൽ മരിച്ചുപോയ ആളുകൾക്ക് മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അവരെയും നമ്മെയും അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ അള്ളാഹു ഒരുമിച്ച് കൊണ്ടുമാറാകട്ടെ. അള്ളാഹു മുസ്ലിം ഉമ്മത്തിന് ഐക്യവും ഇസ്സത്തും പ്രദാനം ചെയ്യുമാറാകട്ടെ. എല്ലാവിധ ശിർക്ക് ബിദ്അത്ത് ഖുറാഫാത്തുകളിൽ നിന്നും നമ്മളെയും നമ്മുടെ മാതാപിതാക്കളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സമൂഹത്തെയും നമ്മുടെ നാടിനെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. അള്ളാഹു ഗഫൂർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات. اللهم أجرنا من النار، اللهم أجرنا من النار،
اللهم أجرنا من النار اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا اصرف عنا عذاب جهنم إن عذابها كان غراما إنك ساءت مستقرا ومقاما ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم اللهم أحينا كتابك والسنة وأمتنا مع الإيمان والتوبة اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك اللهم يا مقلب القلوب ثبت قلوبنا على دينك ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا إلا للذين آمنوا ربنا إنك رؤوف